പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 4 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 148 റൺസിന്റെ വിജയലക്ഷ്യമാണ് ആർ.സി.ബിക്ക് മുന്നിൽ വെച്ചത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിയും വിരാട് കോഹ്ലിയും ചേർന്ന് തകർത്തടിച്ചപ്പോൾ ആർ.സി.ബി വെറും 13.4 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഈ വിജയത്തോടെ 11 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ വിജയിച്ച ആർ.സി.ബിക്ക് 8 പോയിന്റുമായി പട്ടികയിൽ 8ാം സ്ഥാനത്താണുള്ളത്. ആർ.സി.ബിക്ക് ശേഷിക്കുന്ന 3 മത്സരങ്ങളിലും വിജയിക്കാൻ സാധിച്ചാലും പ്ലേ ഓഫ് സാധ്യത തുലാസിൽ എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് ടീമുകളുടെ ഫലത്തെ കൂടി ആശ്രയിച്ചു മാത്രമേ ആർ.സി.ബിയുടെ പ്ലേ ഓഫ് സാധ്യതകൾ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. 147 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ആർ.സി.ബിക്ക് വേണ്ടി ഓപ്പണർമാരായ ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസി 23 പന്തിൽ 64 റൺസ് നേടി. 10 ഫോറും 3 സിക്സും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. വിരാട് കോഹ്ലി 27 പന്തിൽ 42 റൺസ് നേടി പുറത്തായി. 4 സിക്സും 2 ഫോറും കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും പിറന്നു. ഒന്നാം വിക്കറ്റിൽ കോഹ്ലിയും ഡുപ്ലസിയും ചേർന്ന് വെറും 5.5 ഓവറിൽ 92 റൺസാണ് അടിച്ചുകൂട്ടിയത്. 10 ഓവറിനുള്ളിൽ ബാംഗ്ലൂർ അനായാസം മത്സരത്തിൽ വിജയിക്കും എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ഗുജറാത്ത് മത്സരത്തിലേക്ക് തിരികെ വന്നത്. തുടർച്ചയായി ഷോർട്ട് ബോളുകൾ എറിഞ്ഞ് ആർ.സി.ബി ബാറ്റർമാരെ ഗുജറാത്ത് പരീക്ഷിച്ചു. ഇത് വിജയം കാണുകയും ചെയ്തു. വിക്കറ്റ് നഷ്ടപ്പെടാതെ 92 എന്ന ശക്തമായ നിലയിൽ നിന്നും ആർ.സി.ബി 117-6 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. വിൽ ജാക്സ് 1, പടിദാർ 2, മാക്സ്വെൽ 4, ഗ്രീൻ 1 എന്നിവർ തങ്ങളുടെ വിക്കറ്റുകൾ വലിച്ചെറിയുകയായിരുന്നു. കൂട്ട വിക്കറ്റ് വീണതോടുകൂടി മറുവശത്ത് തകർത്തടിച്ചു നിന്ന കോഹ്ലിയും പ്രതിരോധത്തിലേക്ക് നീങ്ങി. നൂർ അഹമ്മദിന്റെ പന്തിൽ വിരാട് കോഹ്ലി ക്യാച്ച് നൽകി പുറത്തായപ്പോൾ ബാംഗ്ലൂർ തോൽവി കണ്ടു തുടങ്ങിയിരുന്നു. എന്നാൽ 12 പന്തിൽ 21 റൺസ് നേടിയ വെറ്ററൻ താരം ദിനേശ് കാർത്തിക്കും 9 പന്തിൽ 15 റൺസ് നേടിയ സ്വപ്നിൽ സിംഗും ചേർന്ന് ബാംഗ്ലൂരിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഗുജറാത്തിന് വേണ്ടി ജോഷുവ ലിറ്റിൽ 4 ഓവറിൽ 45 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ വീഴ്ത്തി. നൂർ അഹമ്മദ് 4 ഓവറിൽ വെറും 23 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകളും നേടി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിന്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു. 1 റൺസ് എടുത്തപ്പോൾ ഓപ്പണർ സാഹയെയും 2 റൺസ് എടുത്ത ഗില്ലിനെയും സിറാജ് തന്റെ ആദ്യ സ്പെല്ലിൽ തന്നെ മടക്കി. ബാറ്റിംഗ് പവർ പ്ലേയിൽ ഗുജറാത്തിന് 3 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 23 റൺസ് മാത്രമാണ് നേടാനായത്. 24 പന്തിൽ 37 റൺസ് എടുത്ത ഷാരൂഖ് ഖാൻ, 21 പന്തിൽ 35 റൺസ് എടുത്ത രാഹുൽ തെവാട്ടിയ, 20 പന്തിൽ 30 റൺസ് എടുത്ത ഡേവിഡ് മില്ലർ എന്നിവരാണ് ഗുജറാത്തിന് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയത്. 4 ഓവറിൽ 29 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജാണ് കളിയിലെ താരം. മത്സരത്തിൽ 42 റൺസ് നേടി മികവ് കാട്ടിയ വിരാട് കോഹ്ലി ഋതുരാജിന്റെ കയ്യിൽ നിന്നും ഓറഞ്ച് ക്യാപ്പ് തിരികെയും പിടിച്ചു. ബാംഗ്ലൂരിന്റെ പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ.